വെറുതെ ഒന്നല്ല പണിക്ക് പോണ്ടേ? വൈ 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 എന്ത് കാര്യത്തിന്? പണക്കാരുണ്ടോ ഇപ്പൊ? ഓ, ദൈവത്തിന് നമ്മളെ പണക്കാരായിട്ട് കാണാൻ ഇഷ്ടമെങ്കിൽ ദൈവം നമ്മളെ പണക്കാരായിട്ട് തന്നെ എനിപ്പിക്കത്തില്ലേ? അപ്പൊ പോവണ്ടേ? പോണ്ട. നമ്മൾ വെറുതെ ഇരിക്കുന്ന കാണാനാ ദൈവത്തിന് ഇഷ്ടം. നമ്മൾ പണിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ചിന്തിക്കുക, വേറൊരു ആംഗിളിൽ ചിന്തിക്കുക. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? പണിക്ക് പോയാൽ ദൈവകോപം നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ ഇനി പണിക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയോ ചെയ്യല്ലേ? സംശയം എന്തോ നീ സംശയമൊക്കെ നീ ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ, മറുപടി ഞാൻ പറഞ്ഞുതരാം. ചൈന വൻമതില് എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു കട്ടക്കമ്പനിയുടെ മുതലാളി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ കട്ടക്കമ്പനിയൊക്കെ ഭയങ്കര ഇതായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര യൂണിയൻ പ്രശ്നം ഉണ്ടായി. അവിടുത്തെ പാർട്ടിക്കാർ കൊണ്ടുവന്ന് അവിടെ കൊടിയൊക്കെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പനി പ്രവർത്തിക്കാതായി കഴിഞ്ഞപ്പം അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായി. അവിടെ ഉണ്ടാക്കുന്ന ഈ കട്ടകളെല്ലാം അവിടെ ഇങ്ങനെ കിടക്കുക. അപ്പം മുതലാളി ഒരു കാര്യം ചെയ്തു. അപ്പോൾ കട്ടകളെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. മുതലാളിക്ക് ഭയങ്കര വിഷമമായിട്ട് അപ്പോൾ പുള്ളി കുറേ പേരെ നിർത്തിയിട്ട് ഈ കട്ടകൾ ഇങ്ങനെ അങ്ങ് അടുപ്പിച്ചു. അപ്പോൾ ഇത് അടുക്കി വന്നപ്പോഴത്തേക്ക് ഭയങ്കര പൊക്കമായിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞ്. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ സർക്കാർ മന്ത്രി അത് വീഴങ്ങോട്ട് പോയപ്പോൾ മന്ത്രി ഇത് കണ്ടിട്ട് മന്ത്രി നോക്കിയപ്പോൾ എന്തോ വലിയ മതിലാണ്. അങ്ങനെ മന്ത്രി ഇത് കണ്ടിട്ടൊരു മന്ത്രിസഭയിൽ ഇതുപോലെ അവതരിപ്പിച്ചു. ഇതുപോലൊരു വലിയ മതിലുണ്ട്. അങ്ങനെ അവതരിപ്പിച്ച് അവിടുത്തെ സർക്കാർ അങ്ങനെ ഒരു വലിയ ചൈനയുടെ വൻമതിലായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിട്ടാണ് ഇത് ലോകാത്ഭുതമായിട്ട് മാറി. അങ്ങനെയാണ് ചൈനയിലെ വൻമതിലുണ്ടായത്. അപ്പം മനസ്സിലായോ? അങ്ങനല്ലേ? അതൊരു ഭയങ്കര കാര്യമാണ്.